പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ഇതിൽ 1-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ 3-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ അവിടെ കാണുന്ന സംഭവം, ഈശോ സ്നാപയോഹന്നാനിൽ നിന്ന് യോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിക്കുന്ന രംഗമാണ്. ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ ഇങ്ങനെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു: പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ എഴുന്നള്ളി വന്നു. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു: ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് 3-ാമത്തെ അധ്യായം അവസാനിക്കുക. ഉടനെ 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: അനന്തരം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്നാപയോഹന്നാനിൽ നിന്ന് യേശു മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. ഈ നിറഞ്ഞ പരിശുദ്ധാത്മാവാണ് യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് മരുഭൂമിയിലേക്ക് നയിച്ചത്. ആത്മാവിൻ്റെ നിറവോടുകൂടിയാണ് ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുക. എന്ന് ശ്രദ്ധിക്ക്, മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ, ബൈബിളിൽ മരുഭൂമി എന്ന് പറയുമ്പോൾ ഒന്നും കിട്ടാത്ത സ്ഥലമാണ് മരുഭൂമി. 2, ആരും സഹായിക്കാനില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. 3, വഴികളില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. അപ്പോൾ മരുഭൂമിയുടെ പ്രത്യേകത, ആരും സഹായിക്കാനില്ലാത്ത, ഒന്നും കിട്ടുകയില്ലാത്ത, വഴി അറിയാത്ത സ്ഥലം. ശ്രദ്ധിക്കൂ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും ആ ചെന്ന് പെടുന്ന വ്യക്തിയുടെ ഉള്ളിൽ? ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ദൈവമേ, നീ മാത്രമാണ് എൻ്റെ തുണ, നീ മാത്രമാണ് എൻ്റെ സഹായം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോൾ ഈ മരുഭൂമിയിൽ ആയിരിക്കുന്ന യേശു പൂർണ്ണമായും തൻ്റെ പിതാവിൽ ആശ്രയിച്ചു എന്നാണ് അർത്ഥം. തൻ്റെ പിതാവ് മാത്രം എല്ലാ കാര്യങ്ങളിലും തുണയാകുന്ന, സങ്കേതമാകുന്ന, അനുഭവമാകുന്ന ഒരു സ്ഥലത്ത് ഈശോ 40 ദിനരാത്രങ്ങളായിരുന്നു. ഈ 40 ദിനരാത്രങ്ങൾ ഈശോ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പിതാവിനോട് ഒപ്പമായിരുന്നു, പിതാവിനോട് ചേർന്നായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടത്തെ, ആഗ്രഹത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു യേശു ക്രിസ്തു. ഇങ്ങനെ പൂർണ്ണമായും പിതാവിൽ ആശ്രയിച്ച് പിതാവിനോടൊപ്പം 40 ദിനരാത്രങ്ങൾ ആയിരുന്ന യേശുവിനെയാണ് പിശാച് പരീക്ഷിക്കാനായിട്ട് ചെല്ലുക. ഇനി നമ്മൾ മനസ്സിലാക്കണം, യേശുവിന് പോലും പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവം അനുവദിച്ചു എങ്കിൽ, ഈ അനുവദിച്ച പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നു: എപ്പോഴെല്ലാം നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു, എപ്പോഴെല്ലാം നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രവൃത്തി ചെയ്ത് കർത്താവിന് സ്വീകാര്യമായ ജീവിതം നയിക്കുന്നു, അപ്പോഴെല്ലാം നിന്നെ പിശാച് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിതാവായ ദൈവം വിട്ടുകൊടുക്കും. പുത്രനായ യേശുവിനെ
ദൈവം വിട്ടുകൊടുത്തെങ്കിൽ അതേ ദൈവം നിന്നെയും ജീവിതത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും എല്ലാം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നീ കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ കരുത്ത് നിന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവം വിജയം തരുന്ന ഒരു വ്യക്തിയാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ നിന്റെ ജീവിതത്തിലും പിതാവായ ദൈവം നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കും. പിതാവായ ദൈവം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വിട്ടുകൊടുക്കുന്നത് നീ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റോ പാപമോ ദുശീല പ്രവൃത്തിയോ ചെയ്തതിന്റെ പേരിലല്ല, മറിച്ച് നിന്നെ ആ പിശാചിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച് അവിടെ നീ വിജയിച്ച് കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ അനുഗ്രഹവും സമൃദ്ധിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ശ്രദ്ധിക്കൂ, 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്ന യേശു പൂർണ്ണമായിട്ടും പിതാവായ ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട സത്യം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ കാരണം ഞാൻ ആ സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിലുമെല്ലാം കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ദൈവത്തിൽ ആശ്രയിച്ചാൽ? ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ ദൈവത്തോടുള്ള എൻ്റെ അടുപ്പം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കും. എങ്ങനെയാണ് എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, വിശ്വാസത്തിൽ വളരുന്ന, വിശ്വാസത്തിൽ ആഴപ്പെടുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ദൈവം ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ അനുവദിക്കുന്നതായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമെല്ലാം ഞാൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചോ, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് എന്ത് കിട്ടും? ദൈവത്തിന്റെ വചനം അടിവരയിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനം, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അപ്പോൾ ദൈവം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില പരീക്ഷകൾ അനുവദിക്കുന്നത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്, അത് നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഇതാ അടുത്ത വചനം ശ്രദ്ധിക്കൂ. അവന്റെ പ്രത്യാശ, അവന്റെ പ്രതീക്ഷ, അവന്റെ വിശ്വാസം പൂർണ്ണമായും ദൈവത്തിൽ തന്നെയാണ്. ഇങ്ങനെ ദൈവത്തിൽ തന്നെ പ്രത്യാശ അർപ്പിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ്? അവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തിന്റെ പ്രത്യേകത, അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊർന്നു നിൽക്കുന്നു. അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊർന്നു നിൽക്കുന്നതിനാൽ അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അത് നിരന്തരം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് രോഗത്തിലൂടെ, വേദനയിലൂടെ, തകർച്ചയിലൂടെ, നഷ്ടത്തിലൂടെ, പരാജയത്തിലൂടെ, നിന്ദനത്തിലൂടെ, അപമാനത്തിലൂടെ, കഷ്ടതകളിലൂടെ ദൈവം പരീക്ഷയ്ക്ക് വിട്ടുകൊടുക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങളിലെല്ലാം നീ പിശാചിന്റെ പ്രേരണയ്ക്ക്, പരീക്ഷയ്ക്ക് പരാജയപ്പെടാനല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നിന്റെ സഹനത്തിൻ്റെയും രോഗത്തിൻ്റെയും കഷ്ടതയുടെയും നാളുകളിൽ നന്മയുടെ, വിശ്വസ്തതയുടെ, ദൈവാനുഗ്രഹത്തിൻ്റെ ഫലം കൂടുതൽ കൂടുതൽ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന സത്യം നീ തിരിച്ചറിയണം. ഈ സത്യം നീ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പിശാചിന്റെ ഏത് പ്രലോഭനം ഉണ്ടായാലും അവിടെ മനസ്സുമെടുക്കാതെ, നിരാശപ്പെടാതെ കൂടുതൽ കൂടുതൽ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചിട്ട് കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ യേശു ആയിരുന്നു, 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥന ഉപവാസത്തിലുമായിരുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും യേശുക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടത്തെ നിറവേറ്റാനായിട്ട് പിതാവിനോട് പൂർണ്ണമായും ആശ്രയിച്ച് ചേർന്നു എന്നർത്ഥം. ഇത് ഈ വലിയ ഒരു അനുഭവത്തിലായിരുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് പിശാച് എന്നിട്ട്, പിശാച് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് ഉപയോഗിച്ച ഒന്നാമത്തെ കാര്യം, പിശാച് പറഞ്ഞു, നീ 40 ദിനരാത്രങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ,
നിനക്ക് വിശപ്പുണ്ട് എന്ന് എനിക്കറിയാം, നീ എന്തിനാണ് വിശന്നിരിക്കുന്നത്? ദേ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയൂ. അങ്ങനെ കല്ലുകളിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് നീ ഭക്ഷണം കഴിക്കും. എന്താണെന്നറിയാവോ? ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അത്ഭുതം. പ്രിയപ്പെട്ടവരെ, യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരൊറ്റൊരത്ഭുതം പോലും യേശു തനിക്ക് വേണ്ടി ചെയ്തില്ല. യേശു ചെയ്ത അത്ഭുതങ്ങൾ മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എന്നാൽ ഇവിടെ പിശാച് യേശുവിനെ പ്രേരിപ്പിക്കുന്നത്, നീ നിനക്ക് വേണ്ടിയിട്ട് ഒരു അത്ഭുതം ചെയ്ത് നിന്റെ ഇപ്പോഴുള്ള വിശപ്പ് ഈ കല്ലുകളെ അപ്പമാക്കിയതിന് ശേഷം നീ തീർക്ക്. അതാണ് പിശാച് യേശുവിനോട് പറഞ്ഞത്. പിശാചിന്റെ ഈ വാക്കിൽ പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. അത് യേശു നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തെ എടുത്ത് പിശാചിന് കൊടുത്ത ഉത്തരമാണ്. അപ്പോൾ മനസ്സിലാക്കുക, പിശാച് യേശുവിൻ്റെ മുമ്പിൽ ഉയർത്തിയ ഒന്നാമത്തെ പരീക്ഷണം അത് ശരീരത്തിൻ്റെ മേഖലയുള്ള പരീക്ഷണമാണ്. ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യ വ്യക്തിയിലെ ദൈവാനുഭവം, ദൈവകൃപ, ദൈവിക ചൈതന്യം, ദൈവിക ശക്തി കെടുത്താൻ പിശാച് കൊണ്ടുവരുന്ന ഒന്നാമത്തെ പ്രലോഭനം ശരീരത്തിൻ്റെ മേഖലയുള്ള പ്രലോഭനമാണ്. ശരീരത്തിൻ്റെ മേഖലയിൽ സാത്താൻ കടന്നുകൂടിയിട്ട് അവിടെയുള്ള ദൈവിക ചൈതന്യത്തെ കളയുക എന്നുള്ളതാണ് സാത്താൻ ഒരുക്കുന്ന ഒന്നാമത്തെ പദ്ധതി എന്ന് യേശുവിനുണ്ടായ ഈ പ്രലോഭനത്തിലൂടെ എനിക്കും നിനക്കും പറഞ്ഞു തരികയാണ്. എങ്കിൽ ശ്രദ്ധിക്കൂ, ശരീരത്തിന്റെ മേഖലയിലാണ് പിശാച് ഉണ്ടാക്കുന്ന ഒന്നാമത്തെ പരീക്ഷണമെങ്കിൽ എന്താ യേശു പഠിപ്പിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനത്തിൽ യേശു പഠിപ്പിച്ചു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കില്ല. അടുത്ത ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. അർത്ഥം ഇതാണ്, ഒരു മനുഷ്യ വ്യക്തിക്ക് ശരീരത്തിന്റെ മേഖലയിൽ പിശാച് കൊണ്ടുവരുന്ന ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറയണം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ, ആ വചനത്തിന്റെ ശക്തി കൊണ്ട് മാത്രമേ ശരീരത്തിന്റെ മേഖലയിൽ സാത്താൻ കൊണ്ടുവരുന്നതായ പ്രലോഭനത്തെ ഏത് മനുഷ്യ വ്യക്തിക്കും അതിജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ വചനം ശരീരത്തിന്റെ മേഖലയിൽ പിശാച് കൊണ്ടിരുന്ന പ്രലോഭനത്തെ വിജയിക്കാൻ തക്ക വിധത്തിൽ ഓരോ നിമിഷവും പ്രവർത്തിക്കാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ നിറവ് കൊണ്ട് സാത്താന്റെ പ്രലോഭനത്തെ അതിജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓർക്കുക, എന്താണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തിന്റെ ദൗത്യം? ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശരീരത്തിന്റെ ദൗത്യം റോമാലേഖനം 12-ാം അധ്യായം 1-ാം വചനത്തിന്റെ 2-ാം ഭാഗം, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും കർത്താവിന് പ്രീതിജനകമായ സജീവ ബലിയായി നിങ്ങൾ അർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ആരാധന. ശരീരം ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതിനാ, ശരീരം ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ആരാധന നടത്താനാണ്. അപ്പോൾ ഓർക്കുക, ശരീരത്തിന്റെ പരിശുദ്ധിയാണ് യഥാർത്ഥമായ ആരാധനയെങ്കിൽ പിശാച് ഈ ശരീരത്തിന്റെ മേഖലയിൽ പ്രലോഭനം കൊണ്ടുവന്നിട്ട് ഈ ശരീരത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുക എന്നുള്ളതാണ് പിശാച് ശ്രമിക്കുന്ന ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് എൻ്റെ ഇന്നലകളിലെ ജീവിതത്തിൽ ശരീരത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കേണ്ട ഞാൻ എവിടെയെല്ലാമാണോ ഈ ശരീരത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന തെറ്റിലേക്ക് പോയത്, പാപത്തിലേക്ക് പോയത്, ദുശീലത്തിലേക്ക് പോയത്, പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതായ പിശാചിന്റെ ഏതെല്ലാം പ്രേരണയിൽ, പരീക്ഷയിൽ ഞാൻ ഇന്നലകളിൽ പരാജയപ്പെട്ടു പോയോ, ആ പരാജയപ്പെട്ട സ്ഥലത്ത് എനിക്ക് വിജയം വരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു തീരുമാനം, ഒരു ബോധ്യം
ഇന്ന് ദൈവത്തിന് മുമ്പിൽ ഉറപ്പിക്കണം. ഇങ്ങനെ ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും എന്നിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ഇതാ ദൈവത്തിൻ്റെ വചനം ഈ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നിനക്ക് വീണ്ടും പറഞ്ഞിരുന്നു. പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-17 തിരുവചനം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയമായ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായ നിന്റെ ഈ ശരീരത്തെ പിശാചിന്റെ ഏതെങ്കിലും പ്രേരണയാൽ ഈ ശരീരം മലിനപ്പെടുത്തിയാൽ, ഇങ്ങനെ മലിനപ്പെടുത്തുന്ന വ്യക്തികളെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. യേശുവിൽ പിശാച് ഉയർത്തിയ ഒന്നാമത്തെ പരീക്ഷ അത് ശരീരത്തിൻ്റെ മേഖലയിലുള്ള പരീക്ഷയാണ്. യേശുവിനെ അപ്രകാരം പരീക്ഷിക്കാൻ പിശാച് തയ്യാറായെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർപ്പിച്ചിരുന്നു, നീ എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൻ്റെ മേഖലയിൽ പിശാച് ഉയർത്തുന്നതായ പരീക്ഷയിൽ പരാജയപ്പെടാതെ അവിടെ നിന്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ, ആദ്യത്തെ പിശാചിന്റെ പരീക്ഷ പരാജയപ്പെടുത്തിയ യേശുക്രിസ്തു, അവൻ അതുകൊണ്ട് വിട്ടുപോകാൻ തയ്യാറായില്ല. ഉടനെ രണ്ടാമത്തെ പരീക്ഷയാണ്. പ്രലോഭകൻ പിശാച് യേശുവിനെ ദേവാലയത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു. അവൻ പറയാൻ വേണ്ടി എടുത്ത് ഉപയോഗിച്ചത് വചനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 91:11-12 വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നിന്റെ കാല് കല്ലിൽ മേൽ തട്ടാതെ കാത്തുകൊള്ളുമെന്നും മാലാഖമാർ നിനക്ക് സംരക്ഷണം നൽകുമെന്നും. ഇതാ 91-ാം സങ്കീർത്തനത്തിന്റെ 11-12 വചനത്തെ എടുത്തിട്ട് പിശാച് യേശുവിനോട് പറയുകയാണ്, നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. അങ്ങനെ താഴേക്ക് ചാടിയിട്ട് നീ ലോകത്തിന്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ ഒരു മാജിക് വിദ്യയിലൂടെ നിന്റെ ശക്തി പ്രകടിപ്പിക്കുക. ഇനി നീ താഴേക്ക് ചാടുമ്പോൾ നിന്റെ കാല് കല്ലിൽ തട്ടുമെന്ന് വിചാരിക്കണ്ട, നീ അതിനെ കുറിച്ച് പേടിക്കണ്ട. എന്നാൽ ദൈവം നിന്നെ സംരക്ഷിച്ചോളും, മാലാഖമാർ നിന്നെ കാത്തോളും. അതാണല്ലോ വചനത്തിൽ പറയുന്നത്. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വചനത്തെ തന്നെ എടുത്തിട്ടാണ് യേശുവിനെ പിശാച് ഇവിടെ പരീക്ഷിക്കുക. അപ്പോൾ യേശു എന്ത് ചെയ്തു? അവന്റെ ആ ചോദ്യത്തിന് അതുപോലെ തന്നെ വചനമെടുത്ത് യേശു ഉത്തരം കൊടുക്കുകയാണ്. അതാണ് നിയമാവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായം 16-ാം തിരുവചനം. നീ ദേവാലയത്തിന് മുകളിൽ താഴേക്ക് ചാട്, ദൈവം നിന്നെ കാത്തുകൊള്ളും, മാലാഖമാർ സംരക്ഷിച്ചോളും എന്ന് വചനമെടുത്ത് പറഞ്ഞപ്പോൾ യേശു അതേ വചനം കൊണ്ട് ഉത്തരം കൊടുക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നുകൂടെ വചനം പറയുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനത്തെ എടുത്തിട്ട് അവിടെ യേശു പിശാചിന്റെ ആ പരീക്ഷയെ തകർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മുമ്പിൽ പിശാച് ഉയർത്തിയ രണ്ടാമത്തെ പരീക്ഷ അത് അധികാരത്തിന്റെ മേഖലയുടെ പരീക്ഷയാണ്. എല്ലാവരും മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം ഓരോ അധികാരം കൊടുത്തിട്ടുണ്ട്. നീ ഒരപ്പനാണോ, നിനക്ക് അപ്പന്റെ അധികാരമുണ്ട്. നീ ഒരു ഭർത്താവാണോ, ഭർത്താവിന്റെ അധികാരമുണ്ട്. നീ ഒരു അമ്മയാണോ, അമ്മയുടെ അധികാരമുണ്ട്. നീ ഒരു ഭാര്യയാണോ, ഭാര്യയുടെ അധികാരമുണ്ട്. നീ ഈ ഭൂമിയിൽ ഏത് തലത്തിലായാലും നിനക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ഈ അധികാരത്തിന്റെ മേഖലയിൽ തൊട്ടായിരിക്കും പിശാച് നിന്റെ മേൽ ഉയർത്തുന്ന രണ്ടാമത്തെ പരീക്ഷ. അതാണ് ഇതിലൂടെ കർത്താവ്, ഇതിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞിരുന്നത്. പിശാചിന്റെ രണ്ടാമത്തെ പരീക്ഷ എപ്പോഴും അധികാരത്തിന്റെ മേഖലയിൽ തൊട്ടായിരിക്കും. എങ്കിൽ മനസ്സിലാക്കുക, ഈ അധികാരത്തിന്റെ മേഖലയിൽ തൊട്ട് പിശാച് നിന്നെ പരീക്ഷിക്കുമ്പോൾ എന്താണ് യേശു അധികാരത്തെ കുറിച്ച് പഠിപ്പിച്ചെന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ,
യേശുവിനോടൊപ്പം യേശുവിൻ്റെ കൂടെ നടന്ന യേശുവിൻ്റെ 12 ശിഷ്യന്മാർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ അധികാരത്തിൻ്റെ മേഖലയിൽ അവർക്ക് തർക്കമുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന തർക്കം എന്താണെന്നറിയാവോ? 12 പേരും തർക്കിച്ചു തങ്ങളിൽ ആരാണ് വലിയവൻ. ഇവരുടെ ഈ തർക്കം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. യേശു ഒരിക്കൽ ഈ തർക്കത്തെ മനസ്സിലാക്കി അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ലോകത്തിലെ മനുഷ്യര് ചെയ്യുന്നത് പോലെ തർക്കിച്ച് രാജ്യമുണ്ടാക്കാനല്ല, തർക്കിച്ച് വലിയവരാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്, ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ നടത്തുന്നത്. യേശു പറഞ്ഞു, ആരാണ് അധികാരി എന്നറിയാവോ? ആരാണ് വലിയവനെന്നറിയാവോ? നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. ഈശോ പറഞ്ഞു കൊടുത്തു, അധികാരം, വലിപ്പം ശുശ്രൂഷയിലാണ്. ശുശ്രൂഷയുടെ വിശാലതയാണ്, ശുശ്രൂഷയുടെ വിശുദ്ധിയാണ്, ശുശ്രൂഷയിലെ നന്മയാണ് നിന്നെ വലിപ്പമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്, നിന്നെ അധികാരമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്. ഈശോ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു എന്താണ് ഈ ശുശ്രൂഷ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ തിരുവചനത്തിൽ, പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ കാണിച്ചു തന്നു, ഇതാണ് അധികാരം, ഇതാണ് ശുശ്രൂഷ. എന്നിട്ട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരിയാണ്, അത് അർത്ഥവത്താണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ തയ്യാറാകണം. പാദം കഴുകുന്നതാണ് ശുശ്രൂഷ. ഇങ്ങനെ പാദങ്ങൾ കഴുകി അനേകരെ ചേർത്ത് നിർത്തുന്ന ശുശ്രൂഷയാണ് എൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരപ്പൻ യഥാർത്ഥത്തിൽ അപ്പനാകുന്നത് തൻ്റെ മക്കളുടെ എല്ലാം ചേർത്ത് നിർത്താൻ അപ്പൻ എന്തോരം എളിമപ്പെടണോ ആ എളിമപ്പെടുന്നതാണ് അപ്പന്റെ ശുശ്രൂഷ, ആ എളിമപ്പെടുന്നതാണ് അപ്പന്റെ അധികാരം. ഒരമ്മ തന്റെ മക്കളെ നേടാൻ വേണ്ടിയിട്ട് എത്രമാത്രം ശുശ്രൂഷ ചെയ്യുന്നോ ആ ശുശ്രൂഷയ്ക്കായി എന്തോരം എളിമപ്പെടുന്നോ അതാണ് അമ്മയുടെ അധികാരം. ഒരു ഭർത്താവ് യഥാർത്ഥത്തിൽ ഭർത്താവാകുന്നത് തന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യയെ തന്നോട് ചേർത്ത് എപ്പോഴും കൊണ്ട് നടക്കാൻ എത്രമാത്രം സ്നേഹം കൊടുക്കണോ, എളിമപ്പെടണോ ആ എളിമപ്പെടുന്നതാണ് ഭർത്താവിൻ്റെ അധികാരം. ഒരു ഭാര്യ ഈ ഭർത്താവിനെ നേടാൻ എന്തോരം എളിമപ്പെടണോ ആ എളിമപ്പെടുന്നതാണ് ആ ഭാര്യയുടെ അധികാരം. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യ വ്യക്തിക്കും ദൈവത്തിന് മുമ്പിൽ അധികാരം ലഭിക്കുന്നത്, ദൈവത്തിന് മുമ്പിൽ വില ലഭിക്കുന്നത് മറ്റുള്ളവരെ നേടാൻ വേണ്ടി എന്തോരം ചെറുപ്പത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു ആ ശുശ്രൂഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന അധികാരം. അപ്പോൾ അധികാരത്തിന്റെ മേഖലയിൽ പിശാച് പരീക്ഷയുമായിട്ട് വന്നപ്പോൾ പിശാചിനെ ആ പരീക്ഷയിൽ യേശുക്രിസ്തു പരാജയപ്പെടുത്തി. 2ാം പ്രാവശ്യവും പരാജയപ്പെട്ട പിശാച് അതുകൊണ്ട് നിർത്താൻ തീരുമാനിച്ചില്ല. ഉടനെ പിശാച് 3ാമത്തെ പരീക്ഷ കൊണ്ടുവരികയാണ്. അതെന്താ? യേശുക്രിസ്തുവിനെ ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുചെന്നിട്ട് ആ മലയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ലോകവും അതിലെ സമസ്ത രാജ്യങ്ങളും അതിൻ്റെ എല്ലാ മഹത്വവും കാണിച്ചിട്ട് യേശുവിനോട് പറഞ്ഞു, ഇത് മുഴുവൻ എൻ്റെതാണ്. സാത്താൻ പറഞ്ഞു വലിയൊരു നുണയാണ്. ഈ സമ്പത്തും ഈ ലോകരാജ്യങ്ങളും മുഴുവൻ എൻ്റെതാണ്. ശരി. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഞാൻ ഇത് മുഴുവൻ നിനക്ക് തരാം. ശ്രദ്ധിക്കൂ, പിശാചിന്റെ ആ പരീക്ഷയിൽ യേശു അവനോട് ഇങ്ങനെ പറഞ്ഞു. അതാണ് നിയമാവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 13-14 തിരുവചനം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോവുക. പ്രിയപ്പെട്ടവരെ, പിശാച് യേശുവിന് മുമ്പിൽ തുറന്ന 3ാമത്തെ പരീക്ഷ അത് സമ്പത്തിന്റെ മേഖലയുള്ള പരീക്ഷയാണ്. ഞാനും നിങ്ങളും ഓർക്കണം, സമ്പത്തിന്റെ മേഖലയിൽ, പണത്തിന്റെ മേഖലയിൽ പല വിധത്തിലുള്ള നുണകൾ പറഞ്ഞ് പിശാച് എന്നെ വീഴ്ത്താൻ നോക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സമ്പത്തിന്റെയും പണത്തിന്റെയും മേഖലയിൽ പിശാച് ഉയർത്തുന്ന പരീക്ഷയിൽ വിട്ടുപോകാതിരിക്കാനും വീണ് പോകാതിരിക്കാനാണ്. അതിനാൽ യേശു എന്താ പഠിപ്പിച്ചത്? ഇതാ, സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം, പണം എങ്ങനെ ഉപയോഗിക്കണം യേശു പഠിപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം.
സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത്. എപ്പോൾ നിന്നിൽ പണത്തിന്റെ സമ്പത്തിന്റെ ആഗ്രഹം ആസക്തി ഉണ്ടാകുന്നോ അപ്പോഴെല്ലാം അതുവഴിയായിട്ട് പിശാച് നിന്നെ പ്രേരിപ്പിക്കും. പിശാച് നിന്നെ തെറ്റിലേക്ക് നയിക്കാൻ കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവര്, ഇനി നമ്മൾ ശ്രദ്ധിക്കൂ. യേശുവിനെ പരീക്ഷിക്കാൻ പിശാച് 3 പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വന്നെങ്കിൽ ഓർക്കുക, 1 ശരീരത്തിന്റെ മേഖലയില്, 2 അധികാരത്തിന്റെ മേഖലയില്, 3 സമ്പത്തിന്റെ മേഖലയില്. ഏത് മനുഷ്യ വ്യക്തിയെയും പാപത്തിലേക്ക് നയിക്കാനായിട്ട് പിശാച് ഉപയോഗിക്കുന്നത് ഈ 3 ഉപാധികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ജോബിന്റെ പുസ്തകം 1ഉം 2ഉം അധ്യായം വായിച്ചാൽ ജോബിനെ പരീക്ഷിക്കാനായിട്ട് ദൈവം പിശാചിനെ അനുവദിച്ച പിശാച് ഭൂമിയിലേക്ക് പോയിട്ട് ഏതാ ഈ 3 കാര്യം തന്നെയാണ് ജോബിനെ വീഴിക്കാൻ വേണ്ടിയിട്ട് പിശാച് എടുത്തുയർത്തിയത്. 1 സമ്പത്തിന്റെ, അധികാരത്തിന്റെ, ശരീരത്തിന്റെ. അവന്റെ ഉള്ളംകാൽ മുതൽച്ച് വരെ വ്രണമില്ലാത്ത ശരീരഭാഗമില്ല, മുഴുവൻ ശരീരത്തിൽ രോഗം. ശരീരത്തിന്റെ മേഖലയിൽ പിശാച് പരീക്ഷിച്ചു. സാത്താന്റെ പരീക്ഷയ്ക്ക് മുമ്പിൽ ജോബ് വീണില്ല. ഓർക്കുക, അവനുണ്ടായിരുന്നു മുഴുവൻ നഷ്ടപ്പെട്ടു, മക്കൾ മുഴുവൻ മരിച്ചു, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. 3 മേഖലയിൽ പിശാച് ജോബിനെതിരെ പ്രവർത്തിച്ചപ്പോൾ എന്താ വചനം പറയുന്നത്? ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 22-ാം തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും, ഏതെല്ലാം സമ്പത്ത്, സ്ഥാനമാനം, അധികാരം, മക്കൾ മുഴുവൻ പോയിട്ടും, ശരീരത്തിൽ മുഴുവൻ രോഗം വന്നിട്ടും ജോബ് ദൈവത്തിൽ നിന്നും അകന്നില്ല. ജോബ് പാപം ചെയ്തില്ല. ജോബ് ദൈവത്തിൽ നിന്നും അകലാൻ കാരണമായില്ല. പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ പരീക്ഷയിൽ അതിജീവിച്ച ജോബിന് എന്ത് കിട്ടി? അവിടെ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ജോബിന് എന്ത് കിട്ടി? ജോബിന്റെ പുസ്തകം അവസാനിക്കുക 42-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം. പിശാചിന്റെ പരീക്ഷയ്ക്ക് അതിജീവിച്ച ജോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരിച്ചു കൊടുത്തു, ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. ശ്രദ്ധിക്കൂ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ 3 മേഖലയിൽ പിശാച് പരീക്ഷയുമായിട്ട് വരും. ഓരോ പ്രാവശ്യവും നീ ആ പരീക്ഷയെ അതിജീവിച്ചാൽ ദൈവം നിനക്ക് ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധി തരും. അതിനുവേണ്ടി നീ ആഗ്രഹിക്കണം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച്, കഴിഞ്ഞ നാളുകളിൽ ശരീരത്തിന്റെ മേഖലയിൽ, അധികാരത്തിന്റെ മേഖലയിൽ, സമ്പത്തിന്റെ പണത്തിന്റെ മേഖലയിൽ എന്നെ പിശാച് എപ്പോഴെങ്കിലും വീഴിച്ചിട്ടുണ്ടോ? ഞാൻ ആ മേഖലയിൽ കഴിഞ്ഞ നാളുകളിൽ വീഴാൻ കാരണമായി തീർന്നിട്ടുണ്ടോ? ഓർക്കുക, ഈ 3 മേഖലയിലാണ് പിശാച് നിന്നെ വീഴിക്കാൻ തക്കം പാർത്തിരിക്കുക. അവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നാൽ നീ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറും. കൂടുതൽ ദൈവത്തിന്റെ സമൃദ്ധി കർത്താവ് നിനക്ക് നൽകും. കർത്താവേ, എൻ്റെ ഇന്നലകളിലെ പ്രവൃത്തികളെ ഞാനിതാ നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എവിടെയെങ്കിലും ഞാൻ പിശാചിന് അടിമപ്പെട്ടു പോയെങ്കിൽ, പിശാചിന്റെ പരീക്ഷയിൽ വീണുപോയെങ്കിൽ അതിൽ നിന്ന് കയറുവാൻ നീ എനിക്ക് ശക്തി നൽകണമേ. വന്നുപോയ തെറ്റിനെ ഓർത്ത്, പാപത്തെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. ഈ അനുതാപം പൂർണ്ണമായ തിരിച്ചുവരവിലേക്ക് കടക്കാൻ എന്നെ നീ സഹായിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.